നമസ്കാരം. പുണർദ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഡിസംബർ മാസത്തിൽ വസ്തുനിഷ്ഠമായി ചെയ്യുന്ന പല കാര്യങ്ങളാണെങ്കിൽ പോലും എല്ലാം രേഖാപരമായിട്ട് ഉടമസ്ഥരെ ധരിപ്പിക്കുകയും ഇതിന്റെ വെളിച്ചത്തിൽ സ്വല്പം കാലതാമസമൊക്കെ ഉണ്ടാവും അവലംബിക്കുവാനും പ്രാവർത്തികമാക്കുവാനും അതില് കൃത്യമായിട്ടുള്ള രീതിയിൽ ലക്ഷ്യപ്രാപ്തിയിൽ എത്തിക്കാനൊക്കെ സാധിക്കുമെങ്കിൽ പോലും തന്റേതായിട്ടുള്ള കാലതാമസമല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആശ്വസിച്ചുകൊണ്ടെല്ലാം ഏറ്റെടുത്ത് അവലംബിക്കാൻ അവസരങ്ങൾ വന്നു ചേരും. ഒരു വ്യാകുലതയും ഇല്ലാതെ പ്രവർത്തിക്കുക തന്നെ ആയിരിക്കും ഏത് പ്രകാരത്തിലും നന്നാവുക. പണം കടം കൊടുക്കുന്നതും ജാമ്യം നിൽക്കുന്നതും അബദ്ധമായി തീരുവാനിടയുണ്ട്. വ്യാപാര വിപണന വിതരണ മേഖലകളോട് ബന്ധപ്പെട്ട് കഴിഞ്ഞ 6-7 മാസമായിട്ട് അഹോരാത്രം പ്രവർത്തിക്കുന്നതിന്റെ വെളിച്ചത്തിൽ നിലനിൽപ്പിന് അനുകൂലമായിട്ടുള്ള വ്യാപാര മേഖലകളൊക്കെ കൊണ്ടു നടക്കാൻ സാധിക്കും എന്നല്ലാത്ത നിലയിൽ അമിതമായിട്ടുള്ള നേട്ടങ്ങളോ അല്ലെങ്കിൽ ലാഭമോ വളരെ കുറവായിരിക്കും എന്നുകൂടിയാണ് സൂചിപ്പിക്കാനുള്ളത്. കുടുംബത്തിൽ ആഹ്ലാദ അന്തരീക്ഷം സംജാതമാകും. വിദ്യാർത്ഥികൾക്ക് തൃപ്തിയായിട്ടുള്ള വിഷയത്തിൽ ഉപരിപഠനത്തിൽ പ്രവേശനം ലഭിക്കും. ദീർഘകാല കൃഷി രീതികളിൽ നിന്നും അനുകൂലമായിട്ടുള്ള വിളവെടുപ്പിന് സാധ്യതയുണ്ട്. പലപ്പോഴും വിപരീതമായുള്ള പല സാഹചര്യങ്ങളും വന്നു ചേരുമെങ്കിലും സമചിത്തതയോടുകൂടിയതായുള്ള സമീപനം അവലംബിക്കുന്നത് ഗുണകരമായി തീരും. ഒരുപക്ഷെ സങ്കല്പത്തിനനുസരിച്ച് തന്നെ പ്രവർത്തിക്കാൻ അവസരം വന്നു ചേരുവാൻ ഇടയുണ്ട്. അവിസ്മരണീയമായിട്ടുള്ള മുഹൂർത്തങ്ങൾ അനശ്വരമാക്കുവാൻ അവസരം വന്നു ചേരും. മംഗളകർമ്മങ്ങളിലും വിരുന്നു സൽക്കാരത്തിലും പങ്കെടുക്കുവാൻ ഇടവരും. വിശേഷപ്പെട്ട ദേവാലയ ദർശനം നടത്തുന്നത് വഴി ആശ്വാസത്തിന് യോഗമുണ്ട്. പകർച്ചവ്യാധി പിടിപെടുവാൻ സാധ്യത കാണുന്നു. ഇതിന്റെ വെളിച്ചത്തിൽ മാസത്തിന്റെ അവസാനത്തെ പകുതിയിൽ അവധി എടുക്കുവാനും വിശ്രമത്തോടുകൂടി ഒരുപക്ഷെ ഗൃഹത്തിൽ ഇരുന്നു കൊണ്ട് ജോലി ചെയ്യാം എന്നിരുന്നാൽ പോലും വിശ്രമത്തോടുകൂടി ഏറ്റെടുത്ത ദൗത്യങ്ങളെല്ലാം നിർവഹിക്കാൻ സാധിക്കുന്നതുമാണ്. പരസ്പര വിശ്വാസത്തില് കുറവ് വന്നു ചേരുന്നത് വഴി സംയുക്ത സംരംഭങ്ങളിൽ നിന്ന് പിന്മാറുവാനുള്ള ഒരു ആത്മപ്രചോദനം ഭാവിയിലേക്ക് ഗുണകരമായി തീരും. അനുഭവജ്ഞാനമുള്ളവരുടെ നിർദ്ദേശം സ്വീകരിച്ച് ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയം കൈവരിക്കും. ഭക്ഷ്യവിഷബാധ ഏൽക്കാതെ സൂക്ഷിക്കേണ്ടതാണ്. ഭൂമിക്രയ വിക്രയണിൽ നിന്നും സാമ്പത്തികമായിട്ടുള്ള നേട്ടത്തിന് യോഗമുണ്ട്. പഠിച്ച വിഷയം പ്രാവർത്തികമാക്കുവാൻ സാധിക്കും. സാമൂഹ്യ സേവനങ്ങൾക്ക് ജനപിന്തുണ ലഭിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. മഹത് വ്യക്തികളുടെ ആശയങ്ങൾ ജീവിതത്തിൽ പകർന്നതിന്റെ ഭാഗമായിട്ട് ചില കാര്യങ്ങളെല്ലാം സഹിഷ്ണുതയും ക്ഷമയും ആർജിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ബൃഹത് പദ്ധതികൾ ഉപേക്ഷിച്ച് ചെറിയ പദ്ധതികൾ ഏറ്റെടുക്കുന്നത് ഭാവിയിലേക്ക് ഗുണകരമായി തീരുവാനാണ് യോഗമുള്ളത്. സഹപ്രവർത്തകരുടെ സഹായ സഹകരണത്താൽ മേലധികാരി ഏൽപ്പിച്ചതായ കാര്യങ്ങളെല്ലാം ചെയ്തു തീർക്കുവാൻ സാധിക്കും. കല, സാഹിത്യം, കായികം എന്നീ മേഖല പ്രവർത്തിക്കുന്നവർക്ക് പ്രാരംഭത്തിൽ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവുമെങ്കിൽ പോലും മാസത്തിന്റെ രണ്ടാമത്തെ പകുതിയിൽ ധാരാളം അവസരങ്ങൾ വന്നു ചേരുവാനും ഒരുപക്ഷെ 4-5 മാസത്തേക്ക് മിക്ക ദിവസങ്ങളിലും അവസരങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. ധർമ്മപ്രവൃത്തികൾക്കും പുണ്യപ്രവൃത്തികൾക്കും സർവാത്മന സഹകരിക്കും. സ്വന്തം ആശയവും അന്യരുടെ പണവും സമന്വയിപ്പിച്ചുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കാനിടവരും. പൂർത്തീകരിച്ച ഗൃഹത്തിൽ മക്കൾ അന്യനാട്ടിൽ നിന്നും മക്കളോ വികസിത രാഷ്ട്രത്തിൽ നിന്നും പുത്രപൗത്രാദികളൊക്കെ വന്നു ചേരുന്നത് വഴി ഗൃഹപ്രവേശന കർമ്മം നിർവഹിക്കുവാൻ സജ്ജമാകും. അധികാരപരിധി വർദ്ധിക്കുന്നതിനാൽ കീഴ് ജീവനക്കാരെ നിയമിക്കാൻ അവസരങ്ങൾ വന്നു ചേരും. മാതാപിതാക്കളുടെ ആവശ്യങ്ങൾ നിർവഹിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഒരുപക്ഷെ ഇനി മുതൽ മാതാപിതാക്കളെ ഒരുമിച്ച് താമസിപ്പിക്കുക, അല്ലാത്ത പക്ഷം മാതാപിതാക്കൾ താമസിക്കുന്നതിന് അനുബന്ധമായിട്ടുള്ള പട്ടണത്തിൽ സ്ഥിരതാമസമാക്കുവാനുള്ള തീരുമാനം കൈക്കൊള്ളുവാനിടയുണ്ട്. തൊഴിൽ മേഖലയിൽ ക്രമാനുഗതമായിട്ടുള്ള പുരോഗതി ഉണ്ടാകുന്നത് വഴി അഹോരാത്രം പ്രവർത്തിക്കാൻ തയ്യാറാകും. കടം കൊടുക്കുന്നതും ജാമ്യം നിൽക്കുന്നതും പരമാവധി ഒഴിവാക്കുന്നത് നന്നായിരിക്കും. പുനഃപരീക്ഷയിൽ വിജയ ശതമാനം വർദ്ധിക്കുവാനിടയുണ്ട്. വികസിത രാഷ്ട്രത്തിൽ താമസിക്കുന്ന ചിലർക്ക്
സ്ഥിരം താമസിക്കുവാനുള്ള അനുമതി ലഭിക്കും. മറ്റു ചിലർക്ക് ജീവിത പങ്കാളിക്ക് ഇനിയും കൂടുതൽ ജോലി സാധ്യതകൾ മറ്റൊരു രാജ്യത്തിലാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആദ്യം ജീവിത പങ്കാളി മറ്റ് ജോലികൾക്ക് അപേക്ഷിക്കുകയും പിന്നീട് 5-6 മാസത്തിന് ശേഷം പോകാൻ തക്കവണ്ണം എല്ലാം ക്രമീകരിക്കുവാനുള്ള സാഹചര്യങ്ങൾ പോലും ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. ഇതാണ് പുണർദ നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഈ ഡിസംബർ മാസത്തിലെ അനുഭവയോഗ്യമായിട്ടുള്ള ഫലങ്ങൾ. പൂയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഡിസംബർ മാസത്തിൽ കർമ്മമണ്ഡലങ്ങളോട് ബന്ധപ്പെട്ട ധാരാളം യാത്രകളും ചർച്ചകളും വേണ്ടി വരുവാനിടയുള്ളത് കൊണ്ട് ഒരുപക്ഷെ മാതാപിതാക്കളുടെ ചുമതലകളെല്ലാം തന്നെ ജീവിത പങ്കാളിയെ ഏൽപ്പിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. പഠിച്ച വിഷയത്തിനോടനുബന്ധമായ ഉദ്യോഗത്തിന് അനുമതി ലഭിക്കും. വികസിത രാഷ്ട്രത്തിലേക്ക് സ്ഥിരം താമസമാക്കുവാനുള്ള സകുടുംബമുള്ള അപേക്ഷകൾക്ക് അനുകൂലമായിട്ടുള്ള അനുമതി ലഭിക്കുവാൻ ഇടയുണ്ട്. വ്യാപാര വിപണന വിതരണ മേഖലകളോട് ബന്ധപ്പെട്ട് കഴിഞ്ഞ 6-7 മാസമായിട്ട് പ്രവർത്തിച്ചു വരുന്ന പല കാര്യങ്ങളിലും ക്രമാനുഗതമായിട്ടുള്ള പുരോഗതി ഉണ്ടാകുന്നതിന്റെ വെളിച്ചത്തിൽ കൂടുതൽ പണം മുതൽ മുടക്കുവാനുള്ള തീരുമാനം കൈക്കൊള്ളുവാനും ഒരുപക്ഷെ കൃത്യമായിട്ടുള്ള പദ്ധതിയോടുകൂടി തന്നെ ധനകാര്യസ്ഥാപനത്തെ ആശ്രയിക്കുവാനും ഇടയുണ്ട്. പുതിയ കണ്ടെത്തലുകൾക്ക് സാക്ഷിയാകുന്നത് വഴി സൽകീർത്തിക്ക് യോഗം കാണുന്നു. സേവന സാമർഥ്യത്താൽ സർവകാര്യ വിജയം കൈവരിക്കാൻ അവസരം വന്നു ചേരും. ഭാരതീയ ശാസ്ത്രശാഖകളോട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് അംഗീകാരവും അവസരങ്ങളും വന്നു ചേരുന്നത് വഴി പലപ്പോഴും ആശ്ചര്യം അനുഭവപ്പെടുവാനിടയുണ്ട്. ഭാരതീയ ശാസ്ത്രമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടും അതിന്റെ മൂല്യത്തോടുകൂടി അനുവർത്തിക്കുന്നത് വഴി കൃത്യമായിട്ടുള്ള രീതിയിൽ ജനങ്ങളെ ധരിപ്പിക്കാൻ അവസരം വന്നു ചേരുവാനും ഇടയുണ്ട്. ജീവിത യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കി പ്രവർത്തിക്കുന്നവർക്ക് പ്രത്യേകിച്ച് ദമ്പതികൾക്ക് അനുകൂലമായിട്ടുള്ള അവസരങ്ങൾ വന്നു ചേരും. നിരവധി കാര്യങ്ങൾ നിശ്ചിത സമയപരിധിക്കുള്ളിൽ ചെയ്തു തീർക്കാൻ സാധിക്കും. വിജ്ഞാനം ആർജിക്കുവാനും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനുമുള്ള അവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് നന്നായിരിക്കും. പുത്രപൗത്രാദികളോടൊപ്പം പുണ്യതീർത്ഥ ഉല്ലാസ വിനോദയാത്രകൾക്ക് അവസരങ്ങൾ വന്നു ചേരുവാനും മംഗളകരമാക്കി തീർക്കുവാനും സാധിക്കും. എന്നാൽ ഭക്ഷ്യവിഷബാധ ഏൽക്കാതെ സൂക്ഷിക്കേണ്ടതാണ്. സുവ്യക്തവും അതേപോലെ തന്നെ സുദീർഘവുമായിട്ടുള്ള പദ്ധതികളായതുകൊണ്ട് അതിന്റെ വരും വരായികളെല്ലാം കൃത്യമായുള്ള രീതിയിൽ ചിന്തിച്ചുകൊണ്ട് അവലംബിക്കുന്നത് വഴി കൃതാർത്ഥതയ്ക്ക് യോഗം കാണുന്നുണ്ട്. സഹവർത്തിത്വ ഗുണത്താൽ സച്ചിന്തകൾ വർദ്ധിക്കും. ഊഹാപോഹങ്ങൾ പലതും വന്നു ചേരുവാനിട വരുമെങ്കിൽ പോലും സത്യാവസ്ഥകൾ മനസ്സിലാക്കി മാത്രമേ പ്രവർത്തിക്കാവൂ. ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള അവസരങ്ങൾ വന്നു ചേരും. ഭാവനകളും സങ്കല്പങ്ങളും യാഥാർത്ഥ്യമാകുന്നത് വഴി നേർന്നുകിടപ്പുള്ള വഴിപാടുകൾ ചെയ്തു തീർക്കുവാൻ സാധ്യതയുണ്ട്. വികസിത രാഷ്ട്രത്തിൽ താമസിക്കുന്ന പുത്രപൗത്രാദികൾ വന്നു ചേരുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. പുനഃപരീക്ഷയിൽ വിജയശതമാനം വർദ്ധിക്കും. മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാനും ഉന്നതരെ പരിചയപ്പെടുവാനും അവസരം വന്നു ചേരും. ഭയഭക്തി ബഹുമാനത്തോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കാൻ സാധ്യതയുണ്ട്. മക്കൾക്ക് തന്റെ പദവിയേക്കാൾ ഉയർന്ന പദവിയോടുകൂടിയ ഉദ്യോഗം ലഭിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. സമാന ചിന്താഗതിയിലുള്ളവരുമായി സംസർഗത്തിൽ ഏർപ്പെടുവാനും പുതിയ കൃഷി രീതികൾക്ക് തുടക്കം കുറിക്കുവാനും അതിനോടൊപ്പം തന്നെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ സർവാത്മന സഹകരിക്കുവാനും സാധ്യതയുണ്ട്. വ്യവഹാര വിജയത്താൽ അർഹമായിട്ടുള്ള പൂർവിക സ്വത്ത് രേഖാപരമായി ലഭിക്കും. ചിന്തകൾക്ക് അതീതമായി പ്രവർത്തിക്കുന്നത് വഴി സൽകീർത്തിയും സജ്ജനപ്രീതിയും വന്നു ചേരുവാനിടയുണ്ട്. ഉത്സാഹത്തോടുകൂടി പരീക്ഷ, ഇന്റർവ്യൂ, കലാകായിക രംഗങ്ങളിലൊക്കെ തന്നെ ഉത്സാഹത്തോടുകൂടി അവതരിപ്പിക്കാൻ അവസരം വന്നു ചേരും. കഴിവുകൾക്കും പ്രയത്നങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കും അംഗീകാരം ലഭിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട്. പകർച്ചവ്യാധി പിടിപെടുവാനോ സാംക്രമിക രോഗങ്ങൾ വന്നു ചേരുവാനോ യോഗമുള്ളത് കൊണ്ട് ഒരാഴ്ച അവധി എടുത്തുകൊണ്ട് ഗൃഹത്തിൽ ഇരുന്നു കൊണ്ട് ജോലി ചെയ്യേണ്ടതായ സാഹചര്യങ്ങൾ പോലും ഉണ്ടായിത്തീരുവാൻ പൂയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഒരു ഡിസംബർ മാസത്തിൽ യോഗം കാണുന്നുണ്ട്.